അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ. എത്ര നല്ല മുദ്രാവാക്യം! എത്ര പെട്ടെന്നാണിത് ചിന്താ ജെറോമൊക്കെ കോയിൻ ചെയ്തെടുക്കുന്നത്. അച്ഛനില്ല നേരത്ത് അമ്മ പെറ്റ പട്ടികളെ എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞതാണോ, അച്ഛനെ പറഞ്ഞതാണോ, തന്തയെ പറഞ്ഞതാണോ, വി ഡി സതീശൻ ചോദിച്ചു. ആരെയാണ് ശരിക്കും പറഞ്ഞ ചിന്താ ജെറോം? എന്തായാലും വാഴക്കൊലയ്ക്ക് ശേഷം ഇതാ അടുത്ത കൊല, അമ്മക്കൊല. അടുത്ത PhD തീസിസ് ആയിക്കഴിഞ്ഞു. കേരളത്തിലെ ഇൻ്റർനാഷണൽ അടുത്ത പഠന കോൺഗ്രസ്സിന് അവതരിപ്പിക്കാനുള്ള മുഖ്യ പേപ്പറായി ഇത് തിരഞ്ഞെടുത്തു. ചിലപ്പോൾ ഇത് ഓക്സ്ഫോർഡിലേക്ക് പഠന വിഷയമെടുക്കാൻ സാധ്യതയുണ്ട്. അച്ഛൻ ഇല്ലാത്ത സമയത്ത് അമ്മ എന്തിന് പ്രസവിച്ചു എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. പക്ഷേ ചിന്താ ജെറോമിനെ പോലെയുള്ളവർ മലർന്നു കിടന്ന് തുപ്പരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബം പിന്നെ സ്വത്തെന്നൊക്കെ പറഞ്ഞുമായി കുടുംബസ്വത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം കാറൽ മാർക്സും ഏംഗൽസും കൂടെ, ഏംഗൽസിൻ്റെ ആണെന്ന് തോന്നുന്നു, എഴുതിയിട്ടുണ്ട്. കുടുംബം സ്വകാര്യ സ്വത്തെന്നാണ് പുസ്തകം. അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കുടുംബം വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും, കുടുംബമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നും, കുടുംബം ജനാധിപത്യമില്ലാത്ത സ്ഥലമാണെന്നും ഒക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗുരു സാക്ഷാൽ ഏംഗൽസും മാർക്സും. ആ തള്ളിമറിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടായിരിക്കാം പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ഇവിടെ തള്ളിമറിച്ചത്. നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് PhD തരേണ്ടതാണ്. നിങ്ങളുടെ പ്രബന്ധം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞു അത് കട്ട് ചെയ്തെടുത്തതിനാണ്. മൊത്തം കാണിക്കേണ്ടായിരുന്നു. മൊത്തം കാണിച്ചെങ്കിൽ എനിക്ക് മൊത്തം PhD ഇപ്പം തന്നെ കിട്ടും. നിങ്ങൾ കട്ട് ചെയ്തതുകൊണ്ട് അത് ഇനിയിപ്പോൾ അടുത്ത് വീണ്ടും പ്രസൻറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. നിങ്ങൾ മൊത്തം കാണിക്കാത്തത് എന്താ? നിങ്ങൾ ചതിയാണ് എന്നോട് ചെയ്തതെന്നാണ് ചിന്ത പറയുന്നത്. ശരിയാണ് ചിന്ത. നിങ്ങളെ തേറി പറയുന്ന ഒരാളെയും നിങ്ങൾ മൈൻഡ് ചെയ്തതല്ല. ഇത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ പരനാറി, കുലം കുത്തി, പിന്നെ ഇറങ്ങിപ്പോടാ, മാറി നിൽക്കടാ, കടക്ക് പുറത്ത്, ഇങ്ങനെ കുറേ വാക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വെല്ലുന്ന സൂപ്പർ സാധനമാണ് നിങ്ങൾ. ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യന്മാർക്ക് 51 പിഴയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ തിരിച്ചുണ്ട്. ആശാൻ ഒന്ന് മികവ് കാണിച്ചാൽ ശിഷ്യന്മാർ 51 പ്രാവശ്യം മികവ് കാണിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾ അടിപൊളി പരിപാടിയാണ്. നിങ്ങൾക്ക് എന്തായാലും ആ ചെയർപേഴ്സൺ സ്ഥാനം, പിന്നെ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം പോയത് എന്തായാലും നന്നായി. കാരണം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു PhD ചെയ്യാൻ പറ്റിയല്ലോ. കൊല്ലത്ത് നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയാവണം. അത് കഴിഞ്ഞ് നിങ്ങൾ ജയിക്കണം, MLA ആവണം, മന്ത്രിയാവണം, സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയാവണം. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയായി ചിന്താ ജെറോം വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ കണ്ടുപിടിക്കാം. നിങ്ങൾ ബാലസംഘത്തിനും SFIക്കും ഇനി ക്ലാസ് എടുക്കണം. DYFIക്ക് എടുക്കാം. കാരണം നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ. അവർക്കെല്ലാം ക്ലാസ് എടുക്കണം. നന്നായി നിങ്ങൾ ക്ലാസ് എടുക്കുക. അച്ഛനില്ല നേരത്ത് അമ്മ എങ്ങനെ അമ്മയ്ക്ക് പെറ്റ പട്ടികളെ എങ്ങനെയാണ് അമ്മ പട്ടികളെ പ്രസവിക്കുന്നതെന്ന് നന്നായി ഒരു ക്ലാസ് ചിന്താ ജെറോം എടുക്കുന്നത് നന്നായിരിക്കും. സഹാക്കളെ മുന്നോട്ട്.